എല്ലാവരും നമുക്കൊന്ന് ഒരുമിച്ച് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിലൂടെ ഖാല അല്ലാഹു അസ്സ വജൽ. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സൂറത്ത് യാസീൻ നമ്മൾ എപ്പോഴും ഓതുന്ന ഒരായത്താണ്. പക്ഷേ ഈ ആയത്തിൽ മഹാന്മാർ പറയുന്നത് ഇതിൽ സക്കത്ത എന്ന് പറയുന്ന ഒരു ചെറിയൊരു നിയമമുണ്ട്. തജ്വീദിന്റെ നിയമങ്ങൾ പലപ്പോഴും നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൊന്നും തീരെ പരിഗണിക്കാതെ പോയാൽ അത് അപകടമാണ് എന്ന് മാത്രമല്ല, നിസ്കാരം പോലും ബാത്തുലായി പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ മട്ടം പോലെ തജ്വീദ് അനുസരിച്ച് മുജവ്വിദായി ഒരാൾ ഓതുന്നില്ലെങ്കിൽ അയാൾക്ക് നിസ്കാരം തന്നെ ഇല്ല എന്ന. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി പഠിക്കണം. പരിശുദ്ധ ഖുർആനുൽ ശരീഫിലെ 114 അധ്യായങ്ങളിൽ 6236 ആയത്തുകളിൽ ഈ 7 ആയത്ത് മാത്രമേ പഠിക്കൽ നിർബന്ധമുള്ളൂ. വേറൊന്നും പഠിക്കൽ നിർബന്ധമല്ല. യാസീൻ പോലും നിർബന്ധമില്ല, തബാറക പോലും നിർബന്ധമില്ല, വാഖിയ നിർബന്ധമില്ല. അതൊക്കെ സുന്നത്താണ്, അൽഹംദുലില്ലാഹ്. പക്ഷേ മാക്സിമം നമ്മളത് പഠിക്കണം. പുണ്യ നബി 2 സൂറത്തുകൾ പ്രത്യേക മനപ്പാഠമാക്കൽ എനിക്ക് ഇഷ്ടമാണ്. വദിത്തു, എനിക്ക് വല്ലാത്ത താല്പര്യമാണ്, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒന്ന് സൂറത്തു യാസീന, മറ്റൊന്ന് തബാറകയാണ്. നമ്മുടെ മക്കൾ അത് പഠിപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണം. പക്ഷെ നമ്മൾ പറഞ്ഞത് വാജിബായ ഫർള് ഐൻ, ഓരോരുത്തർക്കും നിർബന്ധം എന്ന നിലക്കുള്ള ഒരേ ഒരു സൂറത്തേ ഉള്ളൂ. അത് പഠിക്കൽ, അത് ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയാണ്. അത് തജ്വീദ് അനുസരിച്ച് ഓതി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ അൽഹംദു, അൽഹംദു എന്നല്ല, തന്നെ വരണം, അല്ലെങ്കിൽ നിസ്കാരം പാത്തില്ല. അൽഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവമില്ലല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ റബ്ബിൽ ആലമീൻ എന്നൊക്കെ ഉള്ളതിന് പകരം പല ആൾക്കാർ സ്പീഡ് കൂട്ടി ഓതുമ്പോ റബ്ബിൽ ആലമീനോ. റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹയിൽ ഇല്ലല്ലോ. റബ്ബിൽ ആലമീൻ ഇല്ല, റബ്ബിൽ അയിനെവിടെ? അയിന് പോയ നിക്കാരം പാത്തില്ലായി. റബ്ബിൽ റബ്ബിൽ എന്ന് വരണം. മറ്റേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എന്ന പലരും ഓതല്. റബ്ബിൽ അയിന് വരണം. റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം മാലിക് എന്ന ഓതി പോലെ അവിടെ മീമ് കട്ടായി പോകും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. സ്പീഡിൽ ഓതുമ്പോൾ സംഭവിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക്. അർറഹ്മാൻ റഹീം മാലിക് അറിയുമ്പോൾ ഒരു മീമേ വരുന്നുള്ളൂ. അർറഹ്മാനിർ റഹീം ഒരു മീമാണ്, മാലിക് വേറെ മീമാണ്. അപ്പൊ അർറഹ്മാനിർ റഹീം എന്നെങ്കിലും ഓതി പഠിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുക? അർറഹ്മാനിർ റഹീം മാലിക്, അങ്ങനെ 2 മീമായിട്ട് തന്നെ ഓതണം, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോലെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. അർറഹ്മാനിർ റഹീം മാലിക് അല്ല, അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത എന്ന കുറേ ആൾക്കാർ ഓതൽ. സിറാത്തൽ ലദീന അൻഅംത, അൻഅമല്ല, സിറാത്തൽ ലദീന അൻഅമ യുൻഇമറ വേറെ വാക്കാ. അപ്പൊ സിറാത്തൽ ലദീന അൻഅംത. മറ്റെന്താ ഇപ്പൊ നന്നംത ആയിപ്പോ. നന്നംത പോലെ അലിഫ് കട്ടു. സിറാത്തൽ ലദീന അൻഅംത നന്നംതല്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാ. പിന്നെ ളാദും ദാക ഉച്ചാരണം വലിയ പ്രശ്നമാണ്. അതൊക്കെ പഠിക്കാൻ നമുക്ക് കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. അന അഫ്സഹ ബിദ്ദാദി, എനിക്ക് ളാദ് മട്ടം പോലെ ഉച്ചരിക്കാൻ കഴിയുള്ളൂ എന്ന് പുണ്യ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. എങ്കിലും നമ്മൾ ശ്രമിക്കണം. ളാദിന്റെ ഉച്ചാരണം വളരെ പ്രധാനമാണ്. ളാദ് അതുപോലെ തന്നെ അല്ലെ അള്ളാഹുവിന്റെ അള്ളാഹ് എന്ന് പറയുന്നത് അള്ളാഹ്, പിന്നെ അള്ളാഹ് അലീം എന്നുള്ളിടത്തുള്ള അള്ളാഹ്, അതുപോലെ പിന്നെ ഗൈറിൽ മഗ്ദൂബി എന്നുള്ളിടത്തുള്ള ലാദ്. ഇത് 3 വേറെ ഉച്ചാരണങ്ങളാണ്. കഴിവിന്റെ പരമാവധി അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. നോക്കൂ നിങ്ങൾ ഇവിടെ ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. യാസീൻ സൂറത്തിലെ ഈ സുന്ദരമായ ആയത്തിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ. ഖാലു,
അവർ ചോദിക്കുകയാണ്, അഥവാ കാഫിരീങ്ങൾ എന്ന് അവിടെ പ്രത്യേകം കാണാം. യാ വൈലനാ, ഞങ്ങളുടെ കഷ്ടകാലമേ, ഞങ്ങളുടെ കഷ്ടകാലമേ, ഞങ്ങളുടെ കഷ്ടകാലമേ. മൻ ബഅസനാ മിൻ മർഖദിനാ, ഈ ഉറങ്ങിക്കിടന്നിടത്തു നിന്ന് അഥവാ ഈ ഖബറുകളിൽ നിന്ന് ആരാണ് ഞങ്ങളെ പുനർജനിപ്പിച്ചത് എന്ന് അവന്മാർ ചോദിക്കും, സത്യനിഷേധികൾ ചോദിക്കും. ഈ ആയത്ത് നമ്മൾ സാധാരണഗതിയിൽ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ അങ്ങനെ ഓതി പോകലാണ്. മഹാന്മാർ പറയുന്നു, അവിടെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എങ്ങനെ മിൻ മർഖദിനാ സക്കത്തയുണ്ട്, ഒരു ചെറിയ സക്കത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നിർത്തണം, ശ്വാസം വിടരുത്. അങ്ങനെയാണല്ലോ അതിന്റെ നിയമം അല്ലേ? ശരിക്കും അങ്ങനെയാണ് തജ്വീദ് നിയമം. അപ്പൊ എങ്ങനെ ഓതണം? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. നിർത്തണം, പക്ഷേ ശ്വാസം വിടരുത്. അപ്പൊ ഇത് രണ്ടാണെന്ന് അറിയിക്കുകയാണ് തത്വത്തിൽ. ഒന്നുകൂടി ഓതി നോക്കൂ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കുമ്പോൾ ഒന്നുകൂടി നല്ല മട്ടുണ്ട്. എങ്ങനെ? ആദ്യം പറഞ്ഞത് കാഫിരീങ്ങൾ പറയുന്നതാണ്. രണ്ടാമത്തെ ആ ആയത്തിൽ തന്നെ സക്കത്തിന്റെ ശേഷമുള്ളത് അത് മുസ്ലിം മുഅ്മിനീങ്ങൾ പറയുന്നതാണ്. രണ്ടും ഒരൊറ്റ ആയത്തിലുള്ളത്. അതായത് പുനർജന്മ വേളയിൽ മഹ്ശറിലേക്ക് ആളുകൾ ഇങ്ങോട്ട് വരുന്ന രംഗം കാണുമ്പോൾ സത്യനിഷേധികൾ പറയാണ്, ആരാപ്പ ഞങ്ങളെ കിടന്നുറങ്ങനോടൊന്നും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടെന്ന്, ഇനി വിചാരണ അത് ഇത് ഓരോന്നുണ്ടാവും, അല്ലാത്തൊരു ഇടങ്ങാറായി പോയി എന്ന് ആര് പറയും? സത്യനിഷേധികൾ. മുഅ്മിനീങ്ങൾ പറയുന്നതോ ആദാമാ വഅദർ റഹ്മത്തൊക്കെ പടച്ചോൻ പണ്ടേ പറഞ്ഞല്ലേ, നമ്മളോട് എത്ര കാലമായി ഖുർആനിൽ ഇപ്പം പറഞ്ഞ മഹ്ശർ ഉണ്ടാവുന്നു. അത് സാരല്ല, മാസ്റ്ററല്ലേ. അതായത് അത് വരാൻ പോണ അള്ളാഹു റസൂലൊക്കെ പറഞ്ഞ കാര്യമല്ലേ. നമ്മളിപ്പോ തന്നെ പേടിച്ചാൽ നിൽക്കണം. അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല മട്ടത്തിൽ ജീവിച്ചവർക്ക് എന്ത് പേടി? അതാണ് ഈ പറയുന്നത്. ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. മുർസലീങ്ങൾ സത്യമായി പറഞ്ഞ കാര്യമല്ലേ ഇത്? അള്ളാഹ് നമ്മോട് നേരത്തെ പറഞ്ഞതന്നെയല്ലേ ഇത് എന്ന് മുഅ്മിനീങ്ങൾ പറയും. എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ. അപ്പൊ ആദ്യം പറഞ്ഞത് സത്യനിഷേധികളുടെ വാക്കും, രണ്ടാമത് പറഞ്ഞ മുഅ്മിനീങ്ങൾ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് യാസീനിൽ ഓതണം. ഇനി ഓതി നോക്കി അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നല്ല മട്ടം ഉണ്ടാവും. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അവിടെ നിർത്താ, പക്ഷെ ശ്വാസം വിടരുത്. അപ്പോഴാണ് എന്താവുള്ളൂ? അതും ഇതും വേറെ നിലക്ക് വരുള്ളൂ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ആ രീതിയിൽ പുനർജന്മം നടക്കും. ആളുകളെല്ലാവരും മഹ്ശറിലേക്ക് പാറ്റകൾ പൊടിയും പോലെ പൊടിയുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ശ്രദ്ധിക്കണേ. മുഹമ്മദിയ ഉമ്മത്ത് 40 വിഭാഗങ്ങളായിട്ടാണ് മഹ്ശറിൽ വരികയെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ. ഒന്ന്, കൊരങ്ങന്മാർ ഉണ്ടാകും, ഒരുപാട് കൊരങ്ങന്മാർ. പന്നികൾ, ഒരുപാട് അന്ധന്മാർ, ബധിരന്മാർ, നാവ് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നവർ, വായിൽ നിന്ന് രക്തം ചീറ്റുന്നവര്, ശരീരമാകെ വ്രണം വന്നുകൊണ്ട് ചീഞ്ഞൊലിക്കുന്നവര്, കാൽപാദങ്ങളെ മൂർധാവിലേക്ക് ചേർക്കപ്പെട്ടവർ, ഉന്മത്തരായി കള്ളു കുടിച്ച പോലെ ആടിയുലയുന്നവര്, അതുപോലെ തന്നെ ചൂടുള്ള ടാറിന്റെ പാന്റ് ധരിച്ചവര്. ഇങ്ങനെ 39 സംഘങ്ങളും. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ശ്രദ്ധിക്കണേ. ഈ 40 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം മാത്രം 14-ാം രാവിന്റെ പൗർണമി പോലെ ഒരു വിഭാഗം മാത്രം ഉണ്ടാകും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു. അല്ലാഹു അവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ആരാണ് ഈ പന്നികളും, ആരാണ് ഈ കുരങ്ങുകളും, ആരാണ് ഈ അന്ധരും ബധിരരുമെല്ലാം? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പന്നിയുടെ കോലം കെട്ടുന്നവർ അക്കാലൂന ലിസ്സുഹ്തി, കുരങ്ങുകൾ പോലെയുള്ളവർ ഫത്താനീങ്ങൾ, ഫിത്നയുമായി നടക്കുന്നവർ. നമുക്കിടയിൽ അങ്ങനെയുണ്ട് ചില ആളുകൾ. എപ്പോഴും ഫിത്നയാണ്, കുടുംബത്തിൽ ഫിത്ന, ഗീബത്ത്, നമീമത്ത്, ഏഷണി, പരദൂഷണം, രണ്ടുപേർ തമ്മിൽ എങ്ങനെ തെറ്റിക്കാം എന്നതിൽ ഗവേഷണം ചെയ്ത് നടക്കുക. ഇവരൊക്കെ നാളെ മഹ്ശറിൽ കുരങ്ങന്മാരായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയാണ് മഹ്ശറിലെ ആ ഒരു അവസ്ഥ? ഹുഫാതൻ ഉറാതൻ ഉർല, ആരുടെയും ശരീരത്തിൽ ഡ്രസ്സുകൾ ഉണ്ടാവില്ല. കാലിൽ അവർ ചെരുപ്പ് ധരിച്ച്
മരിച്ചു കാണില്ല, ഈ രീതിയിലാണ് മാർക്കല്യാണം ചെയ്ത് കാണില്ല, ഈ രീതിയിലാണ് വരിക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഹാജരാക്കിയതിനു ശേഷം സയ്യിദുന ജിബ്രീലിന്റെ ഒരൊറ്റ അനൗൺസ്മെന്റ് എന്താ? ഹലും ഇലൽ അർളി അലൽ മലിക്കിൽ ജബ്ബാർ. കൂട്ടുകുടുംബത്തോടൊപ്പം ഇഷ്ടപ്പെട്ടവരോടൊപ്പം യഥേഷ്ടം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കണ്ട. ഓരോരുത്തർക്കും അവനവന്റെ കാര്യമാണ്, ഓരോരുത്തർക്കും അവനവന്റെ കാര്യമാണ്. ഒരിക്കലും ഒരുമിച്ച് കുടുംബമായി പോവുകയല്ല. ആയത്ത് ശ്രദ്ധിക്കണേ. കുല്ലു നഫ്സിൻ മഅഹ സായിഖും വശഹീദ്. എന്റെ പ്രിയപ്പെട്ട പൊന്നു ഹബീബിങ്ങളെ നോക്കണേ, ഈ ആയത്തൊക്കെ ഖുർആനിലുള്ളതാ. എന്താ പറയണത്? ഓരോരുത്തരെ നമ്മുടെ അവനവന്റെ ഖബറിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് കൊണ്ടുപോകുമ്പോ മലായികത്തീങ്ങൾ ഒരാളുടെ പിറകെ മിനിമം 2 മലായികത്തീങ്ങൾ ഉണ്ടാകും. എന്തിനാണ് അവര്? ഓർമ്മിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. സായിഖ് എന്ന് പറഞ്ഞാൽ തെളിച്ചു കൊണ്ടുപോകുന്നവൻ. തെളിച്ചു കൊണ്ടുപോവുക, തെളിച്ചു കൊണ്ടുപോകുന്നവൻ. ഇതിന് സാക്ഷ്യം വഹിക്കാൻ മറ്റൊരു മലക്കും. നോക്കണേ, ഒരാളെ കൂടെയാണ് ഈ പറയുന്നത്. മലക്കുകളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. ഓരോരുത്തർക്കും മിനിമം 2 മലക്കുകൾ ഒന്നിച്ചല്ല നമ്മൾ പോവുക. ഓരോരുത്തരും സിംഗിൾ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നമുക്ക് ചിലതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങള്, അടിമകളെ എടങ്ങേറാക്കുന്നത് എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അടിമകളെ ഫിത്നയിലാക്കുന്നത്, ഫസാദിലാക്കുന്നത്, ഗീബത്ത് പറഞ്ഞ് നടക്കുന്നത്, നമീമത്ത് പറഞ്ഞ് നടക്കുന്നത്, കുറ്റും കുറവും പറഞ്ഞ് നടക്കുന്നത്, എത്ര കണ്ട് ഇനി എത്ര നാള് നീളും നമ്മൾ എന്തിനാണ് ഈ കുറുമ്പും കുശുമ്പും ഒക്കെ കാട്ടി നടക്കുന്നത്? കൂടെയല്ല വിറക്കുന്ന നേരത്തും, കൂടെയല്ല മരിക്കുന്ന നേരത്തും, കൂടെയല്ല പിറയ്ക്കുന്ന നേരത്തും, കൂടെയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനോ നാം വൃഥാ. എന്തിനാണ്? നമ്മൾ ജനിച്ചത് ഒരുമിച്ചല്ല, മരിക്കുന്നതും ഒരുമിച്ചല്ല. അതിന്റെ ഇടയിലുള്ള ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ എന്തിനാ കുറുമ്പ്, എന്തിനാ കുശുമ്പ്, എന്തിനാ കുച്ചിപ്പൂത്, എന്തിനാണ് ഓൻക്ക് എന്തെങ്കിലും നിയമത്ത് വരുമ്പോൾ നിനക്ക് ഇങ്ങനെ മൂട്ടിൽ നിന്റെ ഈ തലയിൽ എന്തിനാ ചൂട് വരുന്നത്? നീ എന്തിനാ അതും ചിന്തിച്ച് ഹസദും പൂണ്ട് നടക്കുന്നത്? വേണ്ട, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ശ്രദ്ധിക്കണേ, ഫിത്നയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നിച്ചല്ല പൊന്നു ഹബീബിങ്ങളെ പോകുക, ഓരോരുത്തരെ തൊളിച്ചു കൊണ്ടുപോകുമെന്നാണ്. കോടാന മനുഷ്യ പടപ്പുകളും ജിന്നുകളും അതാ സുബ്ഹാനല്ലാഹ്. ചിലര് വളരെ സ്പീഡിൽ വാഹനപ്പുറത്താണ് ഉണ്ടാവുക, ചിലര് കാൽനടയായിട്ടാ ഉണ്ടാവുക, ചിലര് മുഖം കുത്തി നടക്കുന്നുണ്ട്. ചിലരുടെ കഥയോ കള്ളു കുടിച്ചവനെ പോലെ, മത്തുപിടിച്ചവനെ പോലെ അവൻ നടക്കുന്നത് കണ്ടാൽ എന്തോ മദ്യാസക്തിയിൽ നടക്കുന്നത് പോലെ. ആരാണവനെന്നറിയുമോ? പലിശയുമായി നടന്നവനാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. പലിശ നമുക്ക് വേണ്ട. ഒരുപാട് ഇടപാടുകൾക്കിടയിൽ ഇന്ന് പലിശ വരുന്നുണ്ട്. പലിശയുടെ ഇടപാടുകാർ കള്ളു കുടിച്ചവനെ പോലെയാണ് മഹ്ശറിലേക്ക് നടന്നു പോവുക എന്ന് പരിശുദ്ധ റസൂൽ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ബഖറയിൽ. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവർ നടന്നു പോകുന്ന അവസ്ഥ കണ്ടാൽ അറിയാം അവരെന്തോ മത്തുപിടിച്ചതുപോലെയാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ പലിശന്റെ ഇടപാടിൽ എല്ലാവരും മാറി നിൽക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നിട്ടോ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ വിചാരണയ്ക്ക് വേണ്ടി മൈതാനത്തിൽ ഒരുമിച്ച് കൂടും. മഹ്ശറിന്റെ മൈതാനം ഫലസ്തീനാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഈ മഹ്ശറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ മഹ്ശറ ഉണ്ടല്ലോ. എങ്ങനെ മഹ്ശറ? സാധാ കോടതി. ഈ കോടതിയിൽ അങ്ങനെ വന്ന് കോടതി പോയാൽ അറിയാലോ,
വെറുതെ ചിന്തിച്ചു, നിങ്ങൾ ഒരു ചെറിയൊരു കേസ്, ഒരു പെറ്റി കേസ് ആയിക്കോട്ടെ, സാധാ കേസ് ആയിക്കോട്ടെ, ആ കേസിൽ അകപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ കേസ് ഇന്ന ദിവസം ഉണ്ടെന്ന് പറയും. എന്നിട്ട് രാവിലെ തന്നെ കുളിച്ച് മാറ്റി 6 മണിക്ക് നമ്മൾ ഒരുങ്ങുണ്ടാവും, 5 മണിക്ക് ഒരുങ്ങുണ്ടാവും. എന്നിട്ട് മഞ്ചേരി കോടതി പോയി, അല്ലെങ്കിൽ കോഴിക്കോട് കോടതി പോയി, ആ കോടതി പോയിട്ട് ഇങ്ങനെ കണ്ണൂർ കോടതി പോയിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുക. നമ്മളെ ഫോൺ ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, അതാണ് ഇതാണ് ഭയങ്കര നിയമമാണ്, ഒക്കെയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാരണം കോടതി പരിസരം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ ജഡ്ജി കൃത്യം 11 മണിക്ക് എത്തിയിട്ടുണ്ടാവും. ജഡ്ജി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? അവിടുന്ന് ഗുമസ്തൻ കേസ് ഇങ്ങനെ ഓരോന്ന് എടുത്തു കൊടുക്കുന്നുണ്ടാവും, ജഡ്ജി അതിങ്ങനെ കേൾക്കുന്നുണ്ടാവും, വക്കീൽ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും, അതേ അവിടെ എഴുതും, അങ്ങനെ കൂളായിട്ട് എഴുതുന്നുണ്ടാവും. എന്നിട്ട് അയാൾ എഴുതിയിട്ട് എന്താ പറയുക, ഇതിപ്പോൾ നമ്മുടെ മാസം നമുക്കറിയാലോ, നവംബർ, ഡിസംബർ, ജനുവരി 2024 ജൂൺ 4 എന്നുണ്ട് എഴുതും. ഇയാളോട് എന്താ പറയുണ്ടാവുക? നിങ്ങളുടെ കേസ് ജൂൺ 4 മാറ്റിയിരിക്കുന്നു. എത്ര മണിക്ക് അയാൾ കുളിച്ചിറങ്ങിന്? സുബഹിക്ക് 5 മണിക്ക്. അല്ല, വെറുതെ കേസിന് പോയാൽ അറിയാലോ, ഈ കാത്തിരിപ്പ് ഇതൊക്കെ പാടൊക്കെ നട്ടപ്പിരാൻ തുടിക്കും അല്ലേ? ഇത് ദുനിയാവിന്റെ കോടതിയുടെ ഒരു അവസ്ഥ ഏതാ? ആഖിറത്തിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള ഒരു വലിയൊരു പരീക്ഷണമാണ്. മഹ്ശറിലെ ആ നിൽപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിചാരണ വേറെയുണ്ട്. നോക്കൂ നിങ്ങൾ, 120 സഫുകളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ നോക്കണേ, എല്ലാ ജിന്നുകളും ഇൻസുകളും ആ 120 സഫ് എന്നതിൽ പെടുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഒരു സഫിന്റെ വഴിദൂരം 40 കൊല്ലത്തെ വഴിദൂരമാണ്. പ്രകാശം സഞ്ചരിക്കുന്ന വഴിദൂരമാണ് 40 കൊല്ലത്തെ വഴിദൂരം. അതിൽ 3 സഫുകാർ മാത്രമാണ് നാളെ രക്ഷപ്പെടുകയുള്ളൂ, മുഅ്മിനീങ്ങളായിട്ട് അള്ളാഹുവിന്റെ അരികിൽ രക്ഷപ്പെടാനുള്ളവരായിട്ടുള്ളൂ. ബാക്കി 117 സഫുകളിലുമുള്ളവർ അവർ സത്യനിഷേധികളും തെമ്മാടികളും നരകത്തിന് അഹ്ലുകാരുമായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ 40 സഫുകളില്, ഈ 120 സഫുകളില് 117 സഫുകളും അവിടെ സത്യനിഷേധികളും നരകക്കാരുമാണെങ്കിൽ, ആകെ 3 സഫ് എന്ന് പറഞ്ഞാൽ ഒരു സഫിന്റെ നീളം 40 കൊല്ലത്തെ വഴി ദൂരമാണ്. അതിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യമായത് വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ലെന്ന് ഓർമ്മിക്കണേ. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആർക്കും ആരെയും തെളിഞ്ഞു കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ബാരിസ് എന്ന് പറഞ്ഞ വ്യക്തമായി കാണാൻ കഴിയും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയും, വ്യക്തമായി കാണാൻ കഴിയും, ഒരു മറയില്ലാതെ കൃത്യമായി അവിടെ നിന്ന് കാണാൻ കഴിയും. അത്രേ എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് അള്ളാഹു പറയാ, മുത്തു മുസ്തഫ തങ്ങൾക്കുള്ള മിമ്പർ കൊണ്ടുവരുവീൻ. അള്ളാന്റെ ഹബീബിനുള്ള മിമ്പർ അവിടെ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70,000 കുട്ടി പതാകകൾ ഈ ലിവാഉൽ ഹംദിന്റെ ചോട്ടിലുണ്ടാകും. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൂടെ നമുക്ക് നാളെ അണിചേരാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാണ്ട് 50,000 സന, ദുനിയാവിലെ 50,000 കൊല്ലം അല്ലാഹു മഹ്ശറിൽ അവിടെ ജനങ്ങളെ ഇതേ സ്റ്റാറ്റസ് കോയിൽ നിലനിർത്തും എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ വർത്തമാനം? 50,000 സന, ഒരു 50,000 കൊല്ലം, ദുനിയാവിൽ 50,000 കൊല്ലം മഹ്ശറിന്റെ ദൈർഘ്യം. ലാ യഅകുലൂൻ വലാ യശ്റബൂൻ വലാ യൻറു ഇലൈക്കും. അല്ലാഹു നോക്കുക പോലുമില്ല. ദുനിയാവിൽ 50,000 കൊല്ലം മഹ്ശറിന്റെ മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ നിർത്തും എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് ഒരുവിധം എല്ലാം മടുത്തു കാണും, അതിന് മാത്രം പ്രയാസം നിർഭരമായിരിക്കും അവസ്ഥ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത അനൗൺസ്മെന്റ് വരുന്നത്. ഇനി ഒരു 50,000 കൊല്ലം കഴിഞ്ഞല്ലോ, അൻസിതൂലി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, അൻസിതൂലി. റബ്ബ് നേരിട്ട് പറയും, അൻസിതൂലി, നിങ്ങൾ എല്ലാവരും നിശബ്ദരാകണം. ത്വാലമ അൻസതു ഇലൈക്കും വഅൻതും അലൽ മആസി. തെറ്റുകുറ്റങ്ങളുമായി നടന്നല്ലോ നിങ്ങളെല്ലാം എമ്പാടും, തെറ്റുകുറ്റങ്ങളുമായി നടന്നല്ലോ നിങ്ങളെല്ലാവരും എമ്പാടും. ഇനി മിണ്ടാതിരിക്കൂ അവിടെ എന്ന് പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, മഹ്ശറ എന്ന് പറയുമ്പോ ആ മഹ്ശറ, ഭൂമിക്ക് മുകളിൽ സൂര്യനെ കൊണ്ടുവരാനുള്ള ഒരുക്കമാണ് അല്ലാഹു ചെയ്യുന്നത്. 50,000 കൊല്ലം അവിടെ നിർത്തിയതിനു ശേഷം ഇനി സൂര്യൻ വരികയാണ്. നമ്മൾ വിചാരിക്കുന്ന സൂര്യ എത്ര ദൂരെ? ഇപ്പോൾ ആദിത്യ L1 അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആദിത്യ L1 നിങ്ങൾ പലരും വിചാരിച്ച സൂര്യന്റെ അടുക്കിലേക്ക് എത്തി. അല്ലല്ല, അവിടുന്ന് ഇനിയും കൂടി ലക്ഷക്കണക്കിന് കിലോമീറ്റർ പോകാനുണ്ട്. അത്
ഇവിടുന്ന് കുറച്ചൊക്കെ അങ്ങ് പോയി എന്ന് മാത്രം. ആദിത്യ L1 ഇന്ത്യയുടെ ഇസ്രോയുടെ എന്താ പറയുക സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന ഇസ്രോയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. മാഷാ അല്ലാഹ്, ചന്ദ്രയാനിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമാണ്, ഇസ്രോയുടെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ ആദിത്യ L1. ഇതവിടെ പോയിട്ട് സൂര്യനെ പഠിക്കാൻ പോയതാ. ഈ സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ആ സൂര്യൻ ഒരു നക്ഷത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കത്തിജ്വലിക്കുന്ന നക്ഷത്രം. ഈ സൂര്യൻ ഇന്നുള്ളതിന്റെ 360 മടങ്ങ് വലിപ്പത്തിലേക്ക് വരും. ഇന്നുള്ളതിന്റെ 360 മടങ്ങ് വലിപ്പം, 360 പിടികളുള്ള സൂര്യൻ. അതിന്റെ ഓരോ പിടികൾക്കിടയിലും 360 കടിഞ്ഞാണുകൾ. ആ കടിഞ്ഞാണുകളിൽ 360 മലക്കുകൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഫതഖിറു സാജിദതൻ, സൂര്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യും എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യനെ കൊണ്ടുവരുമ്പോ സൂര്യൻ സുജൂദിൽ വീഴാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനോട് ഒരൊറ്റ ഹൽ അൻതി അമർതി ഇബാദി സുജൂദ് ലക്, നിനക്ക് സുജൂദ് ചെയ്യാൻ എന്റെ അടിമകളോട് നീ പറഞ്ഞായിരുന്നോ? അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് സൂര്യൻ പറയും, ഇല്ല അല്ലാഹ്, ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ടോ 70 ഇരട്ടി പ്രകാശം അല്ലാഹു സൂര്യന് കൊടുക്കുമെന്നാണ്. 70 ഇരട്ടി പ്രകാശം മാത്രമല്ല, ഇന്ന് സൂര്യനിൽ ഉണ്ടാകുന്ന ചൂടിന്റെ 70 ഇരട്ടി ചൂട് അല്ലാഹു പുറത്തേക്ക് ഇങ്ങോട്ട് കൊടുക്കുമെന്നാണ്. സൂര്യന്റെ ചൂട് ആളുകൾ വിയർത്തൊലിക്കുന്നതാണ്. മുട്ട് വരെ വിയർത്തവർ, ഞെരിയാണി വരെ വിയർത്തവർ, ഊര വരെ വിയർത്തവർ, നെഞ്ച് വരെ വിയർത്തവർ, വിയർപ്പിൽ മുങ്ങിക്കളിക്കുന്നവർ സുബ്ഹാനല്ലാഹ് ഈ രീതിയിൽ പ്രയാസപ്പെടുമെന്ന് പരിശുദ്ധ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ടാണ് അർശിനെ കൊണ്ടുവരുന്നത്. അർശിനെ കൊണ്ടുവരുമ്പോൾ അവിടെ 7 വിഭാഗം ആളുകൾക്ക് പ്രത്യേകമായ അർശിന്റെ തണൽ അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അല്ലാഹു തആല ആ സൗഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം ഈ നിൽക്കുന്ന സമയത്താണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നതൊന്ന് സൂര്യനെയാണ്, രണ്ടാമത് അർശിനെയാണ്. അർശിനെ കൊണ്ടുവരുമ്പോൾ സൂര്യന്റെ നേരെ മുകളിൽ ആ ഗോളമാണ്, വലിയ ഗോളമാണ്. ആ ഗോളം വന്ന് നിൽക്കുമ്പോ 7 വിഭാഗം ആളുകൾ അല്ലാഹു അതിന്റെ അടിയിലാക്കും. അപ്പൊ നല്ല തണൽ അവർക്ക് കിട്ടും. അതാണ് അർശിന്റെ തണൽ എന്ന് പറയുന്നത്. അർശ് വലിയൊരു ഗോളമാണ്. ഇനി വരാൻ പോകുന്ന ഒരൊറ്റ സംഗതി കൂടിയുണ്ട്, നരകം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നരകത്തിന്റെ എല്ലാ ഭയവിഹ്വലതകളും ഇന്നില്ലാതാകുമാർ ആളുകൾ തമാശയാക്കിക്കൊണ്ടിരിക്കുക. നരകമൊക്കെ ഒരു തമാശ പാത്രമായിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, നരകം ചെറിയ കാര്യമല്ല, അതിഭീകരമാണ്. ആ നരകത്തിന്റെ അവസ്ഥ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വേറെ തന്നെ ഒരുപാട് പറയുവാനുണ്ട്. റമളാൻ ഷരീഫിലൊക്കെ നരകത്തെ പറ്റി മാത്രമുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പലയിടത്തും കേട്ട് കാണുമല്ലോ. ഇവിടെ നമ്മൾ നരകമെന്ന് മാത്രം പറയുന്നുള്ളൂ. നരകം അതിഭീകരമാണ്, അതിഭയാനകരമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപ്പുറം ഭീതിജനകമാണ് നരകം എന്ന് പറയുന്നത്. ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗമുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ ഹബീബിന്റെ ഒരൊറ്റ ആ ഒരു പവർ മാത്രം മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഇവിടെ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ ഈ ഒരു മഖാമിന്റെ പരിസരത്ത് ഇവിടെ നിൽക്കുമ്പോൾ അബ്ദുൽ ഖാലിഖ് തങ്ങൾ പാപ്പയുടെ ആ ഒരു പരമ്പരയിലുള്ള ഇവിടത്തെ ജീലാനി എന്ന് പറയുന്ന തറവാട്ടിന്റെ കേരളത്തിലെ ആദ്യത്തെ കണ്ണിയായി അറിയപ്പെടുന്ന അബ്ദുൽ ഖാലിഖ് മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു വലിയ മഹാന്മാരാണ്. ഈ സയ്യിദന്മാർ, ഈ സദാതീങ്ങൾ, ഇവരെ മുറുകെ പിടിക്കണം, ഇവരോട് ഓരം ചേർന്ന് നിൽക്കണം. എങ്കിലാണ് അഷ്റഫുൽ ഖൽഖിനെ നമുക്ക് കിട്ടുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. എൻ്റെ ദരിഅതി, എൻ്റെ പിടിവള്ളി എനിക്ക് മഹാന്മാരായ ഈ സദാതീങ്ങളാണ്, ഈ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാ, അവരാണ് എൻ്റെ വസീലത്ത് എന്ന് നമ്മളെ പഠിപ്പിച്ച. അതുകൊണ്ട് എല്ലാവരോടും കൂടിയായിട്ട് പറയട്ടെ, അഷ്റഫുൽ ഖൽഖും ഈ നരകത്തെ കൊണ്ടുവരുന്ന സന്ദർഭത്തിലുള്ള ഒരൊറ്റ സംഗതി കൂടി മനസ്സിലാക്കി നമുക്ക് പിരിഞ്ഞു പോകാം. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ എവിടെയാ ഉള്ളത്? ഖുബ്ബത്തു സുഹറ എന്ന് നേരത്തെ പറഞ്ഞ ആ സുഹറയുടെ മുകളിൽ അവിടുത്തെ പ്രത്യേക മിമ്പറിൽ പരിശുദ്ധ നബി തങ്ങൾ ഇരിപ്പുണ്ട്. ആ സന്ദർഭത്തിലാണ് മഹ്ശറ വൻസഭയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കടിഞ്ഞാണിട്ടുകൊണ്ട് കൊണ്ടുവരുന്നത്. വല്ലാത്ത ബേജാറ് തന്നെ. നരകത്തങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആളുകളാകെ ഭീതിയിലാണ്, ബത്തപ്പാടിലാണ്, ബേജാറിലാണ്, വെപ്രാളത്തിലാണ്. നരകമാകെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ജനങ്ങളെങ്ങനെ ആർത്ത്, ജനങ്ങളെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നണം എന്ന ആഗ്രഹത്തിൽ നരകം ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നരകത്തെ അങ്ങ് കൊണ്ടുവരുന്ന സമയത്ത് സയ്യിദുനാ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം ആ നരകം കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്കുണ്ടല്ലോ, മലക്കിന്റെ നേതൃത്വത്തിലാണ് അങ്ങോട്ട് കൊണ്ടുവരിക.
നരകത്തെ കൊണ്ടുവരുന്നത് സയ്യിദുന മാലിക് അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിലാണ്. നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോൾ തഖൂം അലാ ഖവാഇമ അർബഅ, നാൽക്കാലി നിൽക്കും പോലെ അത് നിൽക്കും എന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്നുണ്ടോ ഈ നാൽക്കാലിയുടെ 4 കാല് പോലെ അത്രയുള്ള ഉണ്ടാവുള്ള നരകത്തിന്റെ കാല് എന്ന് ചിന്തിക്കണ്ട. അതിന് ഓരോ കാലിന്റെ ഇടയിലുള്ള വിസ്താരം പറയുന്നുണ്ട്. അതിന് മാത്രം പ്രകാശവർഷം അകലെയാണ് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള ദൂരം. ആ നരകം ഇങ്ങനെ എഴുന്നേറ്റ് അതിങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ആളുകളെ കിട്ടാത്തത് കൊണ്ട് അതിനിങ്ങനെ ഗർജനം, ഒരു പ്രത്യേകമായ ഗർജനം, ഒരു ശബ്ദം ആ നരകം അങ്ങ് പുറപ്പെടുവിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് പൊന്നാര ഹബീബികളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും ഇവിടെയാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സന്ദർഭത്തിൽ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്തിൽ അല്ലാഹു ജല്ല ജലാലുവിനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അല്ലാഹു ജല്ല ജലാലുവിനോട് പറയാണ്, റഹ്മാനായ റബ്ബേ, ലാ അസ്അലുക നഫ്സി വലാ ഫാത്തിമ, ലാ അസ്അലുക ലിനഫ്സി വലാ ലിഫാത്തിമ ബൽ ലിഉമ്മതി. അതൊന്നും അടിവരട്ട് മനസ്സിലാക്കണം. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എന്താണ് പറഞ്ഞതെന്നറിയോ? ഈ മഹശർ അനന്തമായി നീളുമ്പോ അല്ലാഹു ജല്ല ജലാലു 50,000 കൊല്ലക്കാലം ആളുകളെ ഈ കോലത്തിൽ തന്നെ നിർത്തിയിട്ട് ശക്തമായ ചൂടും ശക്തമായ വിയർപ്പുമായി ജനങ്ങൾ ഇങ്ങനെ പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുമ്പോ റഹ്മാനായ റബ്ബിന്റെ പരീക്ഷണത്തിൽ താങ്ങാനാവാതെ സഹിക്കാനാവാതെ പരകോടി ജനങ്ങൾ അവരുടെ ഏതൊക്കെ പിടിവള്ളി പിടിക്കാനുണ്ടോ അത് മുഴുവനും പിടിച്ചിട്ടും ആരിൽ നിന്നും രക്ഷ കിട്ടുന്നില്ല എന്ന് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അഷ്റഫുൽ ഹൽക്കിന്റെ മുമ്പിലേക്ക് ജനങ്ങൾ ഒഴുകുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹിയെ ഞങ്ങളുടെ കാര്യം അല്ലാഹുവിനോടൊന്ന് പറയണം. ആരാ നമ്മുടെ മുത്ത്? ആരാണ് നമ്മുടെ മുത്ത്? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് അവരോടുള്ള മഹബ്ബത്ത് നിലനിർത്തി തരട്ടെ. അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ആത്മബന്ധം അല്ലാഹു തആല കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സ്വലാത്ത് കൊണ്ട് അവരുമായിട്ട് അടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദാത്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മുത്ത് മുസ്തഫ എന്ന അവരുടെ എല്ലാവരുടെയും വല്ലിപ്പയായ, അവരുടെ എല്ലാവരുടെയും ഉപ്പാപ്പയായ പരിശുദ്ധ റസൂലുള്ളാഹിയിലേക്ക് നമുക്ക് ഓരം ചേരാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉർഖുബു മുഹമ്മദൻ ഫി ആലിഹി. മുഹമ്മദ് മുസ്തഫാനെ നിങ്ങൾക്ക് പിടിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ എന്റെ കുടുംബത്തെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞതും പരിശുദ്ധ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ കിട്ടണമെങ്കിൽ ഹബീബിന്റെ കുടുംബത്തെ പിടിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഒരു സയ്യിദിന്റെ മുറ്റത്താണുള്ളത്. അല്ലാഹു തആല സയ്യിദന്മാരോടുള്ള മഹബത്ത്, സാദാത്യങ്ങളോടുള്ള മഹബത്ത് ആത്മാർത്ഥമായി അല്ലാഹു നമുക്ക് നൽകട്ടെ. അവരുടെ ഇസങ്ങൾ നമ്മൾ നോക്കേണ്ടതില്ല. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിന്റാണ് ഞാൻ പറയുന്നത്. അവരുടെ ഇസങ്ങൾ നമ്മൾ നോക്കേണ്ടതില്ല. ഇസം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരേത് ഗ്രൂപ്പോ പാർട്ടിയോ എന്നുള്ളതല്ല. ഇനി എത്രത്തോളം തെറ്റുകുറ്റങ്ങൾ തന്നെയും അവരെല്ലാം ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും പോകാനുള്ള ഒരു ലൈസൻസിന് വേണ്ടിയല്ല. പക്ഷെ നമ്മളുടെ ഈമാനും അഖീദയും പിഴക്കാതിരിക്കാൻ, നമ്മുടെ പിടിവള്ളി നമുക്ക് നഷ്ടമാകാതിരിക്കാൻ അവർ അപ്പോഴും റസൂലുള്ളാഹിന്റെ ചോരയാണ്. അവരപ്പോഴും പരിശുദ്ധ ഹബീബിന്റെ തറവാട്ടുകാരാണ്. ആ ഓർമ്മ നമുക്കുണ്ടായി. സാദാത്യങ്ങളെ പിടിച്ച് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഉർഖുബു മുഹമ്മദൻ ഫി ആലി. ഹബീബിനെ നിങ്ങൾ കാണേണ്ടത് തന്റെ കുടുംബത്തെ ഒപ്പമാണ് എന്ന്. ആ കുടുംബത്തെ നമുക്ക് സ്നേഹിക്കാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നരകത്തങ്ങട്ട് കൊണ്ടുവരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിനോട് പറയും, ലാ അസ്അലുക ലിനഫ്സി വലാ ലിഫാത്തിമ. അല്ലാഹ് ഒരൊറ്റ വർത്താനാണ്. ഒരു നബിയും ഒരുങ്ങാത്ത സമയം ബഹുമാനപ്പെട്ട ആദം നബി പിന്മാറി, സയ്യിദുനാ ഖലീലുള്ളാഹി പിന്മാറി, സയ്യിദുനാ മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാം പിന്മാറി, സയ്യിദുനാ ഈസാ റൂഹുല്ലാഹി പിന്മാറി. ആരും തയ്യാറാകുന്നില്ല, ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോഴാണ് ആളുകൾ മുഴുവനും മുത്ത് മുസ്തഫാന്റെ മുമ്പിൽ വന്നുകൊണ്ട് കേണപേക്ഷിക്കുന്നത്, ഹബീബായ നബി തങ്ങളെ, ഞങ്ങളുടെ ഹിസാബ് ഒന്ന് എളുപ്പമാക്കി തരാൻ അള്ളാഹിനോട് നിങ്ങളൊന്ന് കേണപേക്ഷിക്കുമോ? അള്ളാഹിനോടൊന്ന് പറയുമോ നബിയേ? മുത്ത് മുസ്തഫ നിങ്ങളൊന്ന് ഇടപെടുമോ? റസൂലുള്ളാഹിനോട് ഇടപെടാൻ വേണ്ടി പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇടപെടുന്ന രംഗമാണ് ഈ കണ്ടത്. ലാ അസ്അലുക അല്ലാഹ് ലാ അസ്അലുക ലിനഫ്സി. എന്റെ സ്വന്തത്തിന് വേണ്ടി നിന്നോട് ഞാൻ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല. വലാ ലി ഫാത്തിമ ബിൻതി. എന്റെ പൊന്നുമോള് ഫാത്തിമാക്ക് വേണ്ടിയിട്ടും നിന്നോട് ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല. വലാകിൻ ലി ഉമ്മതി. എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് എന്റെ തേട്ടം. എന്റെ ഉമ്മത്ത് വല്ലാത്ത ഇടങ്ങേറിലാണ് പടച്ചോനെ. എന്റെ ഉമ്മത്ത് വല്ലാത്ത വിഷമത്തിലാണ്. എന്റെ ഉമ്മത്തിന് സഹിക്കാനാവാത്ത ചൂടാണ് മഹ്ശറിൽ. നീ എന്റെ ഉമ്മത്തിന്റെ ഹിസാബ് ഒന്ന് എളുപ്പാക്കണേ റബ്ബേ.
ഇതങ്ങോട്ട് പറയുമ്പോ നരകം ഒരൊറ്റ ഗർജിക്കലാണ്. നരകം ഭയങ്കരമായ ഒരു ഗർജനം. അതായത് നരകത്തിന് ദേഷ്യം പിടിച്ചിട്ട് ആരാണ് ആ സംസാരിക്കണത് എന്ന് ചോദിക്കുമെന്നാണ്. നരകത്തിന് ദേഷ്യം പിടിച്ചിട്ട്, കാരണം നരകത്തെ കൊണ്ടുവന്ന സമയമാണത്. ഹബീബ് റസൂലുള്ള സംസാരിക്കുന്ന സമയം നോക്കി നിങ്ങൾ. ഇവിടെയാണ് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം നമ്മുടെ മുത്ത് ആരാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അവിടെയുണ്ട്. സംസാരിച്ചത് എന്താണെന്ന് അറിയാലോ? ലാ അസ്അലുക ലിനഫ്സി വലാ ലിഫാത്തിമ ബിൻതി ബൽ ഉമ്മതി. എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത്. പടച്ചോനെ പ്ലീസ് എൻ്റെ ഉമ്മത്തിനെ എങ്ങനെ ഇടങ്ങാറാക്കല്ല. പ്ലീസ് അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിനെ ഹിസാബ് എളുപ്പത്തിലാക്ക് റബ്ബേ. ഇത് പറയുമ്പോ നരകത്തിന് പിടിക്കുന്നില്ല. നരകം അങ്ങ് ദേഷ്യം പിടിച്ച്, നരകം ഒരു അട്ടഹാസം, ഒരു ഗർജനം മുത്ത് മുസ്തഫക്കെതിരെ എന്ന് പറയാം. കാരണം നബി ശബ്ദിച്ചപ്പോഴാണ് ആ നരകം അവിടെ നിന്ന് അട്ടഹസിക്കുന്നത്. നരകം ഗർജിക്കുമ്പോ സയ്യിദുനാ മാലിക് അലൈഹിസ്സലാം മിണ്ടിപ്പോകരുത്. അവിടെ മാലിക് അലൈഹിസ്സലാമിന്റെ ഡയലോഗ് ഉണ്ട്, നരകമേ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ആ പറഞ്ഞത് ആരാന്നറിയോ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്നങ്ങ് കേൾക്കുമ്പോഴേക്ക് എന്റെ പൊന്നാര ഹബീബിങ്ങൾ മനസ്സിലാക്കണം, 500 കൊല്ലത്തെ വഴിദൂരം ആ നരകം പിന്നോട്ടോടും ഈ മുത്ത് മുസ്തഫാന്റെ പേര് കേൾക്കുമ്പോ.